കേരളത്തിലെ ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളത്ത് ഇല്ലാതാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി ആനപ്രേമി സംഘം. പലയിടത്തും ആന ഇടയുന്നതിന് പിന്നിൽ ഇത്തരക്കാരുടെ ഇടപെടൽ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. കൂടാതെ ആന എഴുന്നള്ളത്തിന് ഉത്സവ കമ്മിറ്റികൾ നാട്ടാന പരിപാലന ചട്ടം കർശനമായി പാലിക്കണമെന്നും ആനപ്രേമി സംഘം ആവശ്യപ്പെട്ടു. ഉത്സവകാലം തുടങ്ങിയതോടെ നിരവധി ഇടങ്ങളിലാണ് ആനകൾ ഇടയുകയും ഭയപ്പെട്ട് വിരണ്ട് ഓടുകയും ചെയ്തത്. എന്നാൽ ഇതിന് പ്രധാന കാരണം ആനകളുടെ എണ്ണക്കുറവാണെന്നാണ് ആനപ്രേമി സംഘം പറയുന്നത്. 299 ആനകൾ മാത്രമാണ് കേരളത്തിലെ 10,000-കണക്കിന് ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കാനായി ഉള്ളത്. ഇതിൽ വിരലിലെണ്ണാവുന്ന ഇടത്ത് ആന ഇടയുകയോ വിരണ്ട് ഓടുകയോ ചെയ്യുമ്പോൾ അതിനെ ചിലർ പെരുപ്പിച്ച് കാണിക്കുകയും ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളത്ത് തന്നെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നുവെന്നാണ് ആനപ്രേമി സംഘം പറയുന്നത്. ചിലയിടങ്ങളിൽ ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചിട്ടുണ്ട്. ഇത് ബോധപൂർവം ചെയ്തതാണോ എന്നുൾപ്പെടെ കൃത്യമായ അന്വേഷണം വേണമെന്നും ആനപ്രേമി സംഘം ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ആനകൾക്ക് മുമ്പിൽ ഉപയോഗിക്കുന്ന 5,000, 10,000 വാട്ട് വരുന്ന DJ, മ്യൂസിക്, അതൊക്കെ ഒരു ഉപയോഗിക്കരുത് എന്ന് പറയുന്നില്ല. പക്ഷേ 1 കിലോമീറ്ററെങ്കിലും കഴിഞ്ഞ്, കാരണം ഇത്തരം ശബ്ദങ്ങളൊക്കെ ആനയ്ക്ക് അലോസരം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. പിന്നെ നിലവിൽ നാട്ടാനകളുടെ എണ്ണം കുറവാണ്. ഏകദേശം 290-300ഓളം ആനകളെ വെച്ചാണ് നമ്മുടെ കേരളത്തിലെ ഉത്സവങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആനയ്ക്ക് വിശ്രമമില്ലായ്മയുണ്ട്. കേരളത്തിൽ കൂടുതൽ ആനകൾ വന്നാൽ ഒരുപക്ഷെ നമുക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ സാധിക്കും. അപ്പോൾ തുടർച്ചയായ എഴുന്നള്ളത്തുകളും മറ്റും, കാരണം ഒരു 4 മാസക്കാലമുള്ള ഉത്സവ കാലയളവിലാണ് നമ്മൾ ഇത്രയും ഉത്സവങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ വരുന്ന സമയത്താണ് ഇത്രയും അപകടങ്ങൾ. ഈ പടക്കം പൊട്ടിക്കാൻ അതിൻ്റെ പിന്നിൽ ആരാണ്, എന്താണെന്നുള്ള അന്വേഷണം നടക്കണം. എന്നാൽ മാത്രമേ ഇത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നമുക്ക് പുറം വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവർക്ക് അതിന് പിന്നിൽ വലിയൊരു ആളുകൾ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരം തന്നെയാണ്. ആനകളെ എഴുന്നള്ളത്തിന് വിളിക്കുന്ന ക്ഷേത്ര കമ്മിറ്റികൾ നാട്ടാന പരിപാലന ചട്ടം കൃത്യമായി പാലിക്കാത്തതും ആനകൾ ഇടയുന്നതിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്സവ കമ്മിറ്റികൾ ആനകൾക്കൊപ്പം വലിയ ശബ്ദവും വെളിച്ചവും കൊണ്ടുപോകുന്നത് ഒഴിവാക്കണമെന്നും മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായി പാലിക്കണമെന്നും ആനപ്രേമി സംഘം ആവശ്യപ്പെട്ടു. ജനം, പാലക്കാട്.